നമസ്കാരം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ ലക്ഷ്യമിട്ട് കടുത്ത വിമർശനങ്ങളുമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്ത്. ഞാനാണ് ജനറൽ സെക്രട്ടറി, അതുകൊണ്ട് ഇന്നയാൾ വരണം ഇന്നയാൾ വരേണ്ട എന്ന് തീരുമാനിക്കാൻ തനിക്ക് മാത്രമാണ് അധികാരം എന്ന ചിന്ത ഒരാൾക്കും പാടില്ല എന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. നിങ്ങൾ തന്നെയാണ് എല്ലാം എന്ന് കരുതരുതെന്നും പേരെടുത്തു പറയാതെ സുകുമാരൻ നായരെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചങ്ങനാശ്ശേരി പെരുന്നയിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ NSS നേതൃത്വം അനുമതി നിഷേധിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരം സന്ദർശനങ്ങൾ ശരിയല്ലെന്നായിരുന്നു അന്ന് NSS എടുത്ത നിലപാട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അവർ വിശദീകരിച്ചിരുന്നു. NSS കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ഉപരാഷ്ട്രപതി മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യ അറിയിപ്പ്. എന്നാൽ അനുമതി നിഷേധിച്ചതോടെ പുഷ്പാർച്ചന ഒഴിവാക്കേണ്ടി വന്നു. BJP സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെ വലിയ നാണക്കേടുണ്ടാക്കിയ ഈ വിവാദങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. മന്നം സ്മൃതി മണ്ഡപം എല്ലാവർക്കും വരാനുള്ള ഇടമാണെന്ന് വ്യക്തമാക്കിയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രസംഗം. അത് വെറുമൊരു പുഷ്പാർച്ചനയ്ക്കുള്ള സ്ഥലം മാത്രമല്ല, ഭാവി തലമുറയ്ക്ക് വലിയൊരു പ്രചോദനം കൂടിയാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് സർക്കാരുകളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ശ്രമം കൊണ്ടല്ല, മന്നത്ത് പത്മനാഭന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ് അത് സാധ്യമായത്. മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുവിനെയും മാറ്റി നിർത്തിയാൽ കേരളത്തിൽ സനാതനധർമ്മം ഇല്ലെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഡൽഹിയിലെ പുതിയ സ്മൃതി മണ്ഡപത്തിൽ ജാതിമത ഭേദങ്ങൾ ഉണ്ടാകില്ല. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ NSSകാർക്കുമുള്ള ഇടമാണ്. പെരുന്നയിലെ ഔദ്യോഗിക NSS നേതൃത്വവുമായി ബന്ധമില്ലാത്ത ഡൽഹി NSS കൂട്ടായ്മയാണ് ഈ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചത്. അതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഉപരാഷ്ട്രപതി സംസാരിച്ചത്. ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പരോക്ഷമായ ഭാഷയിൽ കടുത്ത വിമർശനം ഉന്നയിച്ചു. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ഒന്നുകിൽ ഇപ്പോൾ അവിടെ അധികാരത്തിലിരിക്കുന്നവർ സ്വയം തിരുത്തണം, അല്ലെങ്കിൽ അവിടം സ്വയം ശുദ്ധീകരിക്കപ്പെടും. തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും ഡൽഹിയിലെ ഈ കൂട്ടായ്മ അതിനൊരു മികച്ച മാതൃകയാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഡൽഹി NSS കൂട്ടായ്മയാണ് രാജ്യ തലസ്ഥാനത്ത് മന്നം സ്മൃതി മണ്ഡപം യാഥാർത്ഥ്യമാക്കിയത്. നേരത്തെ കേരള സന്ദർശന വേളയിൽ പശ്ചിമ ബംഗാൾ മുൻ ഗവർണർ CV ആനന്ദബോസിനും പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി നിഷേധിച്ചിരുന്നു. ഇതിൽ പരാതിയുണ്ടായിരുന്ന ആനന്ദബോസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഡൽഹിയിൽ പുതിയ മന്നം സ്മൃതി മണ്ഡപം പണിയാൻ തീരുമാനിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, മുൻ ഗവർണർ CV ആനന്ദബോസ് തുടങ്ങിയ പ്രമുഖർ ഡൽഹിയിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.